നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് എങ്ങനെ വരക്കാൻ നോക്കിയാലോ. സാധാരണ ഇതുപോലെ സ്ക്വയറൊക്കെ വരച്ച് റിബൺ പോലെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് അത് കളർ ചെയ്താൽ ഗിഫ്റ്റ് ബോക്സ് റെഡി. പക്ഷേ ഇതിലും സൂപ്പറായിട്ട് വരച്ചാലോ. അപ്പോൾ സൂപ്പറായിട്ട് എങ്ങനെ വരക്കാനാണ് അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ എന്തായാലും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സൂപ്പറായിട്ട് എങ്ങനെ വരക്കാമെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു വര വരക്കുക, അതിലിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ മാർക്കിലും നാലാമത്തെ മാർക്കിലും ഇങ്ങനെ നേരെ വരച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ വീഡിയോ ഇങ്ങനെ നിർത്തി കണ്ടാലേ മനസ്സിലാവുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വരകളൊക്കെ വരച്ച് കംപ്ലീറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയാണ് അടുത്ത പണി റിബൺ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. റിബൺ വരയ്ക്കുമ്പോൾ എനിക്കും കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വരച്ചിട്ട് പിന്നെ രണ്ടാമത്തെ വരച്ചെടുത്തതാണ് കേട്ടോ. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് റിബൺ വരക്കാനാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വരക്കാൻ നോക്കുക. അതിനുശേഷം ആ റിബണിൻ്റെ കവർ ചെയ്യുന്ന ഭാഗം കൂടി ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മുടെ വരക്കുന്ന ചിത്രം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ വരക്കണം എന്നുള്ളവർ ഇതുപോലെ ട്രൈ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ആദ്യത്തെ ആ ഒരു പോലെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ശ്രദ്ധയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഭയങ്കര ക്ഷമ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്ലാക്കിങ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക വരച്ചതൊക്കെ. അതിന് ബാക്കി വേണ്ടാത്ത ആ വരകളൊക്കെ മായ്ച്ച് കളയാം കേട്ടോ. അതിനുശേഷം റിബണിന് മാത്രം റെഡാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ റെഡ് കൊടുത്തെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാവും. പിന്നെ ഗിഫ്റ്റ് ബോക്സിന് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ബോക്സ് ഫുള്ളായിട്ട് ബ്ലൂ അടിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ വരച്ച് നോക്കട്ടെ എല്ലാവരും.